മക്കളെന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണികളുടെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാർട്ട് 1 നമ്മൾ സീക്വൻസ് അതായത് ശ്രേണി എന്താണെന്ന് പഠിച്ചു. അതേപോലെ അരിത്തമെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണി എന്താണെന്ന് പരിചയപ്പെട്ടു. അതിൽ കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാത്ത ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുമായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനതൊരു ഐ ബട്ടൺ ആക്കി കൊടുക്കാം ഫസ്റ്റ് വീഡിയോ. അപ്പോൾ സമാന്തര ശ്രേണികളിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് പാർട്ട് 2 ആദ്യമായിട്ട് പഠിക്കേണ്ടത് ജനറൽ ടേമിനെ കുറിച്ചാണ്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ, സംഗതി വളരെ എളുപ്പമാണ്. സപ്പോസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം ഞാൻ എന്നെടുത്തു. എന്നെടുക്കാം, x1 എടുക്കാം, f എടുക്കുക, ഏതെടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ലോജിക്ക് കറക്റ്റ് മനസ്സിലാക്കുക. എടാ ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോയാൽ കിട്ടുന്ന സീക്വൻസിനല്ലേ ശ്രേണിയല്ലേ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്, അതായത് സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോമൺ ഡിഫറൻസിനെ പൊതുവ്യത്യാസത്തെ നമ്മൾ ഡി എന്നാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനോട് ഡി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? a+d കിട്ടും. അതിനോട് വീണ്ടും ഡി ആഡ് ചെയ്താൽ a+2d കിട്ടും. അതിനോട് വീണ്ടും ഡി ആഡ് ചെയ്താൽ a+3d കിട്ടും. ഈ രീതിയിലല്ലേ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അങ്ങനെ പോവുക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ ടേം ഏതാ ടേം? ഈ ടേമിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിന് വേണമെങ്കിൽ x1 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ f എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ a എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. പല രീതിയിൽ ഡിനോട്ട് ചെയ്യലുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ടേം, ഇതിൻ്റെ തേർഡ് ടേമാണ്, ഇയാളിതിൻ്റെ ഫോർത്ത് ടേമാണ്. കുട്ടികളെ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ മാത്തമാറ്റിക്സ് ഇസ് സ്റ്റഡി ഓഫ് സിമ്മട്രിയാണ്. ഒരു സിമ്മട്രി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് ടേം ആയപ്പോൾ 1 ടൈംസ് ഡി ആണ് ഇതിനോട് ആഡ് ചെയ്തത്. തേർഡ് ടേം ആയപ്പോഴോ 2d ആണ് ആഡ് ചെയ്തത്. ഫോർത്ത് ടേമിലോ 3d ആണ് ആഡ് ചെയ്തത്. അതായത് 4 വന്നപ്പോൾ ഇവിടെ 3 ആണ് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേമിൽ 4d അല്ലേ ആഡ് ചെയ്യുക? എന്നാൽ പറ മക്കളെ, 10th ടേം ആകുമ്പോൾ എന്താണ് ആഡ് ചെയ്യുക? 10th ടേം ആകുമ്പോൾ 10th ടേമിന് ഞാൻ x10 എന്ന് വിളിച്ചു. എനോട് എത്ര ഡി ആണ് ആഡ് ചെയ്യുക? 9 ടൈംസ് ഡി ആഡ് ചെയ്താലാണ് 10th ടേം കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കടാ മക്കളെ, അതായത് ഇവിടുത്തെ ഒരു nth ടേം കാണണം എന്ന് എഴുതിക്കോ. nth ടേം കാണണമെങ്കിൽ എനോട് എന്താണ് ആഡ് ചെയ്യുക? a+n-1 ടൈംസ് ഡി ആണ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ജനറൽ ടേം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് nth ടേം ആണ്. nth ടേം ഈ മലയാളികൾ അതിനെന്ത് പറയും? എന്നാം പദം എന്ന് പറയും. എന്നാം പദം. nth ടേം xn = a+n-1 ടൈംസ് ഡി എന്ന് വിളിക്കും. ഇതിനെ എ എന്ന് വിളിക്കും. ഇനി +1 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 പഠിക്കുമ്പോൾ +1 ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ഒരു പേരിൽ ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഈ എന്നാം പദത്തെ an എന്നാണ് വിളിക്കുക. അപ്പോൾ xn ഏതും വിളിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതിൻ്റെ ലോജിക്കിനാണ് ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ എന്നാം പദം കാണണമെങ്കിൽ a+n-1 × d എന്ന് ആണ് ഫോർമുല ആയിട്ട് വരിക. ഇത് നമുക്ക് ബോക്സിലാക്കാം. ആ ഫോർമുല മക്കളെ നിങ്ങൾ എല്ലാ കുട്ടികളും ഇത് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫോർമുലനെ തന്നെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ഇപ്പോൾ എ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ x1 എന്ന് വിളിക്കാം. അത് പല ടീച്ചേഴ്സും പല രൂപത്തിലായിരിക്കും. എല്ലാതും ശരി തന്നെയാണ്. നിങ്ങൾ ഏതാണോ ഓൾറെഡി ഇത് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ച് തന്നെ ഫോളോ ചെയ്യുക. പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഫോളോ ചെയ്തോ. a+n-1 × d. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ x1 + n-1 ടൈംസ് d എന്ന് എഴുതാം. xn-നെ nth ടേം = ഫസ്റ്റ് ടേം + n-1 × d എന്ന് എഴുതാം. ഇനി ചില ആൾക്കാർ എങ്ങനെ പഠിച്ചു വെക്കും? f+n-1 × d എന്ന് പഠിച്ചു വെക്കും nth ടേമിനെ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സെറ്റാവും. നോക്ക്, ഒരു എക്സാമ്പിളിലേ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു AP തന്ന് 2, 5, 8 etc. ഈ APയുടെ ഒരു 11th ടേം കാണാൻ പറഞ്ഞു എഴുതിക്കോ. ഫൈൻഡ് ദ 11th ടേം ഓഫ് ദിസ് AP. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയണമെങ്കിൽ ഏത് ടേമും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറ, ഇതിലുള്ള ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം A ആണ്. ആദ്യ പദം 2 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ടേമിൽ നിന്ന് അതിൻ്റെ മുമ്പത്തെ ടേം കുറക്കുമ്പോൾ അല്ലേ കോമൺ ഡിഫറൻസ് കിട്ടുക? പറ, അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ത് വരും? 5 - 2 ആൻസർ 3 കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 11th ടേം കാണാൻ നമ്മൾ പഠിച്ചെന്താ? നോക്ക്,
10th ടേം കാണാൻ എ പ്ലസ് അതിനേക്കാൾ 1 കുറഞ്ഞത് ടൈംസ് ഡി എന്നല്ലേ പറഞ്ഞത്. അതേപോലെ nth ടേം കണ്ടപ്പോൾ എ പ്ലസ് n-1 ടൈംസ് ഡി എന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 11th ടേം കാണാൻ എന്ത് ചെയ്യുക, എ പ്ലസ് 10 ടൈംസ് ഡി, 10d എന്നല്ലേ വരിക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്, പ്ലസ് 10 ഇൻറ്റു ഡിയുടെ വാല്യൂ അത് 3 ആണ്. പറ മക്കളെ, 2 + 30, 2 + 30 എന്താ 32. അപ്പോൾ 32 ആണ് അതിൻ്റെ 11th ടേം. ഈസി ആയിട്ട് കണ്ടെത്തി കൂടെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ അല്ലേ, വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ സംഗതി വളരെ എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യനിലെ പറ, ഒരു ഫസ്റ്റ് ടേം 7 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ഇറ്റ്സ് 5th ടേം ചോദിച്ചു. പറ, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. എന്തായിരിക്കും? 5th ടേം ഈസ് ഈക്വൽ ടു എ പ്ലസ് 4 ടൈംസ് ഡി എന്നല്ലേ വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ 7 + 4 ഇൻറ്റു 2 എന്ന് വന്നു. അതായത് 7 + 8, ആൻസർ എത്ര? 15. 15 ആയിരിക്കും ഇതിൽ 5ാമത്തെ ടേം വരിക. ഇനി വേറെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യല്ലേ അതിൻ്റെ ഒരു 11th ടേം നിങ്ങൾക്ക് തന്നു. 11th ടേം ഒരു 61 ആണ് തന്നു. അതിൻ്റെ കോമൺ ഡിഫറൻസ് 6 ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചു. എങ്ങനെ കാണാം? 11th ടേം തന്നു, കോമൺ ഡിഫറൻസും തന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കാണണം, ആദ്യ പദം കാണണം. എങ്ങനെ കാണും? എടാ 11th ടേം എന്താ തന്നത്? 11th ടേം നിങ്ങൾക്ക് തന്നത് 61 എന്നാ. 11th ടേം കാണാനുള്ള ഫോർമുല എന്താ? എ പ്ലസ് 10d അല്ലേ, ഇതാണ് 61. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് 10 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്ര? 6 ആണ്, ഇസിക്കൽ 61. അതായത് എ പ്ലസ് 10 ഇൻറ്റു 6 60 ഇസിക്കൽ ടു 61 എന്ന് വരും. എടാ ഈ പ്ലസ് 60 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -60 ആവൂലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഇസിക്കൽ ടു 61 - 60, ആൻസർ ബിക്കം 1. അതായത് ആദ്യ പദം 1 ആണെന്ന് മനസ്സിലായി കണ്ടോ. അപ്പോൾ അങ്ങനെ ജനറൽ ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടേമും നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇൻ ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദി ടേംസ് ആർ റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു സർക്കിൾ. ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല, അവയുടെ സ്ഥാനം ഒരു സർക്കിൾ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, ഈ സംഖ്യകൾ കണ്ടെത്തുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് മതിയല്ലോ. ഇതിലുള്ള ഈ ഡാഷുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തണം. ഞാൻ ഒന്ന് മാത്രം ഒന്ന് പിക്ക് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു AP ആണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ആദ്യത്തെ ടേം 24 ആണ്, പിന്നെ 42 ആണ്, പിന്നെ ഈ 2 സ്പേസ് അല്ലേ വേക്കൻസി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കുക. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? കോമൺ ഡിഫറൻസ് കാണാം, ഇവിടെ 42 24 ഓർക്കുക. 42 - 24 എത്ര വരിക? 34 40 18 അല്ലേ വരിക? 18 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം കിട്ടണമെങ്കിൽ ഈ 42നോട് 18 കൂട്ടിയാൽ മതി. എടാ 42നോട് 18 കൂട്ടിയാൽ എത്ര? 60 അല്ലേ? അപ്പോൾ ഈ ടേം 60 ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 എന്നാണ് വരിക. ഇനി അടുത്തത് ഇതിനോട് വീണ്ടും 18 കൂട്ടിയാൽ എത്ര? 78. അപ്പോൾ ഇവിടെ 78 എന്ന് വരും. അപ്പോൾ ഇവിടെ 78ഉം ഇവിടെ 60 ആണ്. ഇനി അടുത്ത് നോക്ക്, അടുത്തെന്താ പ്രശ്നം? സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേത് ബ്ലാങ്ക് ആണ്, പിന്നെ 24 42 പിന്നെയും ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 42 24 ഓർക്കുക. ഒരു ടേം അതിന് തൊട്ട് മുമ്പത്തെ ടേം ഓർക്കുമ്പോൾ അല്ലേ കോമൺ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര? 24 42 കുറച്ചാൽ 42 24 കുറച്ചാൽ ഇവിടുത്തെ പോലെ 18 തന്നെ വരിക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഇത് കഴിഞ്ഞിട്ടുള്ള ടേം എങ്ങനെ കിട്ടുക? ഇതിനോട് 18 കൂട്ടിയാൽ മതി, 18 കൂട്ടിയാൽ മതി. 18 കൂട്ടിയാൽ എത്ര? 60 എന്ന് കിട്ടും.
ക്ലിയർ? നേരെ മറിച്ച് 24-ന്റെ തൊട്ട് മുമ്പുള്ള കിട്ടണമെങ്കിലോ, എടാ ഈ തൊട്ട് മുമ്പുള്ളതിനോട് 18 കൂട്ടുമ്പോഴല്ലേ 24 കിട്ടുക. അപ്പോൾ 24-ന്ന് 18 കുറച്ചാൽ മതി. 24-ന്ന് 18 കുറച്ചാൽ എത്ര? 6 ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഈസിയാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ? ആദ്യം 2 ബ്ലാങ്ക് ആണ്. ഇത് ബ്ലാങ്ക്, പിന്നെ 24ഉം പിന്നെ 42. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഇതേപോലെ തന്നെ എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 42-ന്ന് 24 കുറച്ചാൽ 18 ആയിരിക്കും, 18 ആയിരിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള എങ്ങനെ കിട്ടുക? 24-ന്ന് 18 കുറക്കുക. 24-ന്ന് 18 കുറച്ചാൽ എത്ര? 6 അല്ലേ? ഇതിന് തൊട്ട് മുമ്പത്തെ എങ്ങനെ കിട്ടുക? ഈ 6-ന്ന് 18 വീണ്ടും കുറക്കുക. 6-ന്ന് 18 കുറച്ചാൽ എത്ര? -12. കണ്ടോ? ഈ രീതിയിൽ ആൻസർ കിട്ടുക. അപ്പോൾ ഒരു നമ്പറിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ തൊട്ടടുത്ത നമ്പർ കിട്ടും. ഒരു നമ്പറിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നോക്കിട്ടോ, നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ 24, ഇവിടെ ഒരു ബ്ലാങ്ക്, ഇവിടെ 42, പിന്നെ ഇവിടെ ഒരു ബ്ലാങ്ക്. രണ്ട് ഇതിൽ ചെയ്യാം. ഇതിന് നടുവത്തെ ടേം കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ മതി. അത് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഇപ്പോൾ ഞാൻ സിമ്പിൾ ലോജിക്ക് പറയാം. എടാ 24-നോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ ഈ ടേം കിട്ടൂലേ? അപ്പോൾ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ അപ്പോൾ എത്ര? ഇത് 24 + d ആയിരിക്കും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇതിനെ 24 + d എടുത്തു. ഈ 24 + d-നോട് വീണ്ടും d കൂട്ടുമ്പോഴല്ലേ 42 കിട്ടുക. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 24 + 2 പ്രാവശ്യം d ചെയ്താലല്ലേ 42. നമ്മൾ മുന്നേ ഒരു ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, നോക്ക്, ആദ്യം അതിനോട് d കൂട്ടി, വീണ്ടും d കൂട്ടുമ്പോൾ a + 2d, വീണ്ടും d കൂട്ടുമ്പോൾ a + 3d, അങ്ങനെയല്ലേ പോവുക. അപ്പോൾ ആ ഒരു ലോജിക്ക് പ്രകാരം നമുക്ക് തന്നെ പറയാം, ഈ 24-നോട് d കൂട്ടി 24 + d, പിന്നെയും d കൂട്ടിയാൽ 24 + 2d അല്ലേ, അതാണ് 42. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2d എത്ര? 42-ന്ന് ഈ +24-ന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ 42 - 24 എന്ന് വരും. 42 - 24 എത്ര? 18 ആണ്. 2dയുടെ വാല്യൂ 18 ആണ്. അപ്പോൾ d എന്താ? 18/2, 9 എന്നല്ലേ വരിക. ഇൻറ്റു 2-ന് അപ്പുറത്തേക്കുണ്ടോ? 18/2 അല്ലേ? ഇത് പ്രശ്നമില്ലല്ലോ. d = 18/2. അപ്പോൾ കോമൺ ഡിഫറൻസ് 9 ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനോട് d ആഡ് ചെയ്താൽ എന്താ? 9 ആഡ് ചെയ്താൽ 24-നോട് 9 ആഡ് ചെയ്താൽ 33, 33-യോട് 9 ആഡ് ചെയ്താൽ 42, 42-നോട് 9 ആഡ് ചെയ്താലോ 51 എന്ന് കിട്ടും. ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ വരിക? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് -24-42. അത് ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. ഈ 24-നോട് d കൂട്ടിയാൽ ഇത് 24 + d, വീണ്ടും d കൂട്ടിയാൽ 24 + 2d. ഇനി അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ അറിയോ? ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുമ്പത്തെ നമ്പർ കുറച്ചാൽ കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുമ്പത്തല്ല അതിൻ്റെ മുമ്പത്ത് കുറച്ചാലോ കോമൺ ഡിഫറൻസിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ചിന്തിക്കാം, 2d = ഞാൻ കൺഫ്യൂഷൻ ആവില്ലല്ലോ, 42 - 24 എന്ന് ചിന്തിക്കാം. ഇനി അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 24-നോട് d കൂട്ടിയാൽ 24 + d, ഒരു പ്രാവശ്യം കൂടി d കൂട്ടിയാൽ 24 + 2d ആയിരിക്കും എന്ത്? 42. എന്നിട്ട് 24-ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നേരത്തെ അതേ ഡയലോഗ് കിട്ടി, 42 - 24 ആണ് 2d, 18 കിട്ടും. 2dയുടെ വാല്യൂ 18 ആണെങ്കിൽ d എന്താ? 18/2, 9 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാത്ത 24-നോട് 9 കൂട്ടിയാൽ 33 ആണ്. 24-ന്ന് 9 കുറച്ചാൽ കോമൺ ഡിഫറൻസ് കുറച്ചാൽ അതെത്ര? 15 ആണ്. ഇതായിരിക്കും വാല്യൂസ് വരിക. സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറയണത് 24 പിന്നെ 2 ഡാഷ് ഉണ്ട് 42. 24 കഴിഞ്ഞിട്ട് 2 സാധനം മാറിയിട്ടാണ് 42. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാം? 24-നോട് ഒരു പ്രാവശ്യം d ആഡ് ചെയ്തു, 24 + d, ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്താൽ 24 + 2d, ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്താലല്ലേ ഈ 42 കിട്ടുന്നത്. അപ്പോൾ 24-നോട് 3 പ്രാവശ്യം d ആഡ് ചെയ്തു, അപ്പോഴാണ് 42 കിട്ടുക.
ഈ 24 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും 3D is equal to 42 minus 24 18 വരും. 3Dയുടെ വാല്യൂ 18 ആണ്. അപ്പോൾ ഡി എന്താ ഇൻറ്റു 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 18/3 6 എന്ന് വരൂലേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിന്തിക്കാം 24നോട് 6 കൂട്ടിയാൽ 30 ആണ്, 30യോട് 6 കൂട്ടിയാൽ 36 ആണ്, 36നോട് 6 കൂട്ടിയാലല്ലേ 42. അതായത് സിമ്പിൾ നമ്മുടെ AP-യുടെ ലോജിക്ക് തന്നെയാണ്. അപ്പോൾ ആ ലോജിക്ക് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട്, ഇതൊന്നും പ്രോബ്ലംസ് അല്ല, നല്ല ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിലായിട്ട് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ മക്കളെ, ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും PDF ആയിട്ട്.